എന്തുകൊണ്ടാണ് എടുത്തത്? അല്ല, എനിക്ക് ഒരു പ്രത്യേകത വേണമെന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ടിപ്പിക്കലൊരു എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കഥയിലുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഗുണമാവുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കലിംഗ സാമ്രാജ്യത്തിന്. പിന്നെ മെയിൻ കാര്യം ടൈറ്റിൽ എനിക്ക് കുറച്ചുകൂടെ രസമുള്ള ടൈറ്റിൽ. കലിംഗ മഗധ പോലെ ഏതെങ്കിലും ഒരു ആൻഷ്യൻ കിങ്ഡത്തിനെ അതിന് കണക്ട് ചെയ്തൊരു ഫാൻറ്റസി വന്നാൽ കുറച്ചുകൂടെ ആൾക്കാർ ഗ്രൗണ്ട് ലെവലിൽ കണക്ട് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് കലിംഗ നോക്കിയപ്പോൾ ആന്ധ്രാപ്രദേശ് വരെ കലിംഗ പോയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിയിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ വിളിച്ച് കേരളത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആ കാലഘട്ടത്തിൽ കലിംഗനെ പ്ലേസ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലവും എയും കൂടെ കയറി വരുമ്പോൾ എന്താണ് ഇതിനകത്ത് കൂടുതലും ഉണ്ടാകാനുള്ള സാധ്യതയെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നാ തീരുമാനിച്ചു? എ ഇൻവെൻഷൻ വന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ മുമ്പ് എനിക്ക് ഓർമ്മയില്ല, എ വരുന്നതിന് മുമ്പ് നമ്മൾ CG വഴി ജസ്റ്റ് കാർഡൊന്ന് വലുതാക്കാൻ പോലും അല്ലെങ്കിൽ മൂന്നേനെ വെക്കാൻ പോലും നോക്കിയപ്പോൾ തന്നെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലെത്താത്ത രീതിയിൽ ബഡ്ജറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻവെൻഷൻ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇപ്പോൾ ബോളിവുഡിന് മലയാളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പറയാറ് നമുക്ക് ബാഹുബലി പോലത്തെ കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടെന്ന് അറിയാം. പക്ഷേ ഇനി പക്ഷേ നമുക്ക് എളുപ്പമാണ്. കാരണം ഏറ്റവും നല്ല കോണ്ടന്റുകൾ വരുന്നുണ്ട്. നമുക്ക് ഏഴും കൂടി ഉണ്ടെങ്കിൽ അധികം ഭീകര ബഡ്ജറ്റ് ഇപ്പോൾ നമ്മുടെ ഒപ്റ്റിമൽ വലിയ ബഡ്ജറ്റ് നിന്നുകൊണ്ട് തന്നെ ബാഹുബലി പോലെ കോൺസെപ്റ്റ് ഈസിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഉൾപ്പെടെ പേഴ്സണലി ആ ക്ലൈമാക്സ് കഴിഞ്ഞ് മൊത്തം ഒരു സിനിമയായിട്ട് കൂടെ ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം അതിൻ്റെ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. അതിന് പക്ഷേ കുറച്ചുകൂടെ ഡെവലപ്പാണ്. ഇപ്പോൾ പോലും പറഞ്ഞാൽ ഇപ്പം നന്നായിട്ട് എഡിറ്റിൽ കിട്ടിയിരുന്നിട്ടും കൂടിയാണ് ആ പോർഷൻസ് അധികം അടുപ്പിക്കാതെ കൊണ്ടുപോയത്. അത് ഇത്തിരി കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇനിയും ഡെവലപ്ഡ് ആകുമ്പോൾ, കാരണം നമുക്ക് ഒരിക്കലും AI അബോളിഷ് ചെയ്യാൻ പറ്റും. വരരുത്. പണ്ട് കമ്പ്യൂട്ടറിനെ നിരോധിക്കാവുന്ന പോലെ ഇതെന്തായാലും നിരോധിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക, അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രമേ ഇത് പോസിബിൾ ഉള്ളൂ. അത് കൂടുതൽ ഇനിയും പഠിക്കണം. മുതൽ ഇനിയും കൂടുതൽ. എന്നാൽ അതേസമയം തന്നെ എനിക്ക് റിയൽ ഷൂട്ടും AI കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് താല്പര്യം. ലൈക്ക് സ്റ്റുഡിയോയിലോ മറ്റേ ഷൂട്ട് ചെയ്തിട്ട് അത് ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൊമെൻ്റാണ്. ബാക്ക്ഗ്രൗണ്ട് മൊത്തം കംപ്ലീറ്റ് AI നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന. ഇപ്പം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് AI നമ്മൾ റെഫറൻസ് കൊടുത്ത് വരില്ലാണ്. എനിക്കതല്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്, കാരണം റിയൽ ഷൂട്ടിൻ്റെ മോഷൻ ഒരിക്കലും ഇത് കിട്ടില്ല. അപ്പോൾ അവതാരം ചെയ്ത പോലെ മൊത്തം ഒരു VFX മാറ്റി AI വെച്ചിട്ട് അത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് മീറ്ററിൽ മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മേബി 5 വർഷം വെള്ളത്തിൽ എടുക്കാൻ പറ്റുന്ന സാഹചര്യം വന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇതിൻ്റെയൊക്കെ പീക്ക് ലെവൽ. ഇപ്പോൾ നമ്മൾ പറയാനുള്ള മഹാഭാരത സാധനത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത് ഈ നമ്മുടെ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് തന്നെ. ഈ AI വെച്ചുള്ള സീനുകൾക്ക് ഒരു പെർഫെക്ഷൻ വേണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു? സത്യമാണ് ഇപ്പോഴും എൻ്റെ ഹൈ പെർഫെക്ഷൻ വന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ബഡ്ജറ്റ് പരിമിതി കാരണം ഞാൻ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നെക്സ്റ്റ് പാർട്ടൊക്കെയാണ് എനിക്ക് പ്രീ പ്രൊഡക്ഷനോട് ഞാൻ ഇരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എടുത്ത തീരുമാനമാണ്. ഇത് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമല്ല. കാരണം സിനിമയിൽ ആർക്കും ഇതുവരെ യൂസ് ചെയ്തില്ല എല്ലാവരും ഇങ്ങനെയൊന്നും. അപ്പോൾ ഞാനിത് എല്ലാവരുടെ പറയുമ്പോൾ എല്ലാവർക്കും പേടി ഇതെങ്ങനെ, കാരണം അടിച്ചാൽ സിനിമ താഴെ പോയി. അപ്പോൾ എന്നിട്ട് പക്ഷേ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇവർക്ക് ഓക്കെ. പിന്നെ ലാസ്റ്റിൽ പേടി DOP കളറിലൊരു ഇരിപ്പിരുന്നു. ഈ വിഷ്വൽസിനെ മൊത്തം ഒരു കളർ ടോൺ പിടിച്ച് അതിനെ ആ ഗ്ലോയൊക്കെ കുറപ്പിച്ച് അവിടെയാണ് കംപ്ലീറ്റ്ലി മെയിൻ കഥയോട് സിങ്ക് ആയിപ്പോയത്. അവിടെയാണ് സിനിമ. ഇത് കേരളത്തിലാണ് ചെയ്തത്? ഇവിടെ തൃശ്ശൂർ ബാംഗ്ലൂരായിരുന്നു. മലയാളി ചെയ്തത്. അഖിൽ പരപ്പനങ്ങാടി എന്ന് പറഞ്ഞൊരു മലയാളി ബോയ് ഒറ്റയ്ക്കാണ് ചെയ്തത്. ഞാനും അവനും കൂടെ അവിടെ പോയി ഞങ്ങൾ അവൻ്റെ വീട്ടിലിരുന്ന് 2 ആഴ്ച കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ഭാഗം വേണം എന്ന് തീരുമാനമെടുത്തത്? അല്ല, ഇത് വർക്ക് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഈ വേൾഡിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് കിടക്കുന്ന ഈ വേൾഡിൽ. ലൈക്ക് ഇപ്പോൾ രാക്ഷസറാണിമാരാണ്, അതായത് ആ ഒരു സ്റ്റോറി ആണെങ്കിലും ഇപ്പോൾ അവരുടെ ബാക്കിയുള്ള ഇവർക്കൊക്കെ ഒരുപാട് സ്പേസ് ഇനി കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തോന്നി അല്ല ഇതിങ്ങനെ ഒരുപാട് വഴികളൊക്കെ പോകാനുണ്ടല്ലോ എന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ 5 പാർട്ടും വേറെ യൂണിവേഴ്സ് കംപ്ലീറ്റ്ലി കലിംഗ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഓക്കെ.